എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4ന്റെ പ്രിലിമിനറി റൗണ്ടിലെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 നമ്മുടെ 4ാം അധ്യായം നമ്മൾ ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ നമ്മൾ നമ്മുടെ 12 പുതിയ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആരും നിസ്സാരക്കാരല്ലെന്ന്. അപ്പൊ ആദ്യത്തെ പെർഫോമൻസിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് വരുന്ന മെസ്സേജുകളും കമന്റുകളും അങ്ങനെയാണ്. അപ്പൊ എന്തായാലും അവരുടെ 2ാം പെർഫോമൻസ് ആണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ വാശിയേറിയ പോരാട്ടം ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവരുടെ പാട്ടിനെ, അവരുടെ സംഗീതത്തെ വിലയിരുത്താനും മാർക്കിടാനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ 2 ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജി വേണുഗോപാൽ, വേണുചേട്ടാ സ്വാഗതം. ഹലോ ഡെയിൻ, നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെരി യങ് ഡാഷിംഗ്. എന്റെ അമ്മോ. അപ്പൊ എന്തായാലും ഇന്ന് അവരുടെ 2ാം പെർഫോമൻസുകൾ കാണാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ അവർക്കൊരു ദൃശ്യവിരുന്ന് തന്നെ അവർ ഒരുക്കും അല്ലെ? ഒരുക്കണം. അപ്പൊ എന്തായാലും ഒരു കൂട്ടിന് ഒരാൾ വേണം. വിളിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജരി. ഒട്ടകത്തെ കട്ടിക്കോ ഗെട്ടിയാക ഒട്ടിക്കോ വട്ട വട്ട പൊട്ടുകാരി ഒത്തുഴയ്ക്ക ഒത്തുക്കോ പത്ത വച്ച പത്തിക്കോ വായ് വെടിച്ച മുട്ടുകാരി വിട വേണ്ടും മച്ചത്തൈ തൊട വേണ്ടും ഉച്ചത്തൈ അതികാലൈ സേലൈ ചൊല്ലുമടി മെച്ചത്തൈ വിട വേണ്ടും മച്ചത്തൈ തൊട വേണ്ടും ഉച്ചത്തൈ അതികാലൈ സേലൈ ചൊല്ലുമടി മെച്ചത്തൈ ഒട്ടകത്തെ കട്ടിക്കോ ഗെട്ടിയാക ഒട്ടിക്കോ വട്ട വട്ട പൊട്ടുകാരി ഒത്തുഴയ്ക്ക ഒത്തുക്കോ പത്ത വച്ച പത്തിക്കോ വായ് വെടിച്ച മുട്ടുകാരി. മഞ്ജരി, ഒട്ടകത്തെ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് സാരിയില് പശുക്കളാണല്ലോ. സോറി, ന്യൂ ഡിസൈൻ. ന്യൂ ഡിസൈൻ. ഓക്കെ, നന്നായിട്ടില്ലേ? നൈസ് വർക്ക്. വേണിച്ചേട്ടന്റെ ഡ്രസ്സും കലക്കി കേട്ടോ. അത് എല്ലാ എപ്പിസോഡിലും നമ്മൾ 3 പേര് നമ്മളെ തന്നെ ഇങ്ങനെ പൊക്കി പറയുമ്പോ പ്രേക്ഷകർക്ക് എന്ത് തോന്നും? ഈ ചാപ്റ്ററിൽ തകർക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേര് അടുത്ത പാട്ട് അല്ലെങ്കിൽ അടുത്ത പെർഫോമൻസിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ പെർഫോമൻസിലോട്ട് കടന്നാലും കുറിക്കാം. ഓക്കെ, അപ്പോ ടൈറ്റ് മാർക്കിടലായിരിക്കും നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Malabar Golden Diamonds presents Happy Jams, Sauces, Pickles and Peanut Butter Musical Wife Grand Finale Chapter 4ന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നിവേദ്യ. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയൂതി ദൂരെ ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ
സ്വപ്നം എൻ ശ്രീരേഖയിൽ. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ. ആരോ സാന്ത്വനമായി മുരളിതയൂതി ദൂരെ. നിവേദ്യ, അങ്ങനെ പ്രിലിംസ് റൗണ്ടിലെ രണ്ടാമത്തെ പാട്ടും കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റുമോ? പാടാൻ പറ്റി, നന്നായിട്ട് പാടാൻ പറ്റി. നമുക്ക് എന്തായാലും കാര്യമായിട്ട് വേണുചാനോട് ചോദിക്കാം. ചേട്ടാ, കുഴപ്പമില്ല, ബട്ട് ഇമ്പ്രൂവ്മെന്റ് ഇനിയും ആവാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടെമ്പോ അതിലൊന്ന് പാട്ട് ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്ത് പാടണം കേട്ടോ. പ്ലസ് ഈ BGM കഴിഞ്ഞ് പാട്ട് തുടങ്ങുമ്പോൾ ഒരു 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 ആ ലാൻഡിങ് സ്റ്റാർട്ടിങ് നോട്ട്സ് അതൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങുക, സോഫ്റ്റായിട്ട് എൻഡ് ചെയ്യുക. അത് വേണം. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. മഞ്ജരി, നല്ല പാട്ട്. ഓഫ് കോഴ്സ് മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കേൾക്കാൻ ഏത് സമയത്ത് കേട്ടാലും ഈ പാട്ടിനൊരു വല്ലാത്ത ഫീലാണ്. നിവേദ്യ ആ ഒരു ഫീലൊക്കെ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. ഇതേ ഉള്ളൂ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ടെമ്പോ, അത് ഐ തിങ്ക് നിവേദ്യയ്ക്ക് തന്നെ അറിയാം. അവിടെ ഇങ്ങനെ ഒഴുകിപ്പോയി. അതുപോലെ ചെറിയ ഫൈൻ ട്യൂണിങ് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ ഈ അറ്റാക്കിങ് ഇല്ലേ, ഈ സംഗതികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണ്ട, അത് കുറച്ച് സോഫ്റ്റായിട്ട് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇതെന്താണ് ഷൂസൊക്കെ നല്ലൊരു പുതിയ ട്രെൻഡാണല്ലോ, ചുരിദാറും ഷൂസൊക്കെ ഇട്ട് പാടി ഉടനെ ഇറങ്ങി ഓടാനാ, അല്ലെങ്കിൽ ഓടി വന്നതായിരിക്കും. അതെ. മോളെ, എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ പാട്ട്? പറയൂ, നീയല്ലേ പറയേണ്ടത്. അതെ, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പാട്ട് ഇഷ്ടപ്പെട്ടോ നിവേദ്യ? അങ്ങനെ നമ്മുടെ പ്രിലിംസ് റൗണ്ടിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഓക്കെ, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ അടുത്തതായി പാടാൻ വരുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്. കുളിരണു മകരമാസ പെണ്ണേ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കും കാറ്റേ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. കണ്ണൻ വന്നെത്തും നേരം, കണ്ണിൽ കനലിന്റെ താളം, ഇരവാ പയ്യന്റെ പാലോ, മധുര പൂന്തേ നീരാ.
വാ. കണ്ണെഴുതി പൊട്ട തൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാതിൽ സരിഗമയൊരു താഴ്പുഴ പോലെ. വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരിഗമയൊരു പാൽപ്പുഴ പോലെ. നിറനിറയായറിന്റെ കൂട്ടം ഈ കാൽച്ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ. അണിയണിയായറിന്റെ കൂട്ടം ഈ കാൽച്ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ. മറുപടി നീ ചൊല്ലാതെന്തേ മണിമുകിലെ പെയ്യാതെന്തേ മിണ്ടാ പെണ്ണിനെ കണ്ടാ കൊള്ളൂലേ. മഞ്ഞു പെയ്യണു മരം കുളിരണു മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ കൂവളത്തിന് കണ്ണുപൊത്താൻ വാ. പൊന്നെടുത്തു മെയ് ചമച്ചു പൂവെടുത്തു മെഴി വരച്ചു പുണ്യം കമാരത്തിന് സിന്ദൂരം തന്നു. നിലമുകിൽ മുടിയണിഞ്ഞു പലസുര കുറി തെളിഞ്ഞു തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു. അണിയണിയായി അരേന്റെ കൂട്ടം ഈ കാൽച്ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ. നിരനിരയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴൽ വിളി കാതോർത്തു നിൽക്കുമ്പോൾ. ഇനിയും അവൻ വൈകാനെന്തേ ഇതൾമിഴിയും ആടാനെന്തേ ഇല്ലത്തമ്മേ പൊല്ലാപ്പാവല്ലേ. മഞ്ഞു പെയ്യണു ഭരം കുളിരണു മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ കൂവളത്തിന് കണ്ണുപൊത്താൻ വാ. കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കനലിന്റെ താളം. ഇരവാം പയ്യന്റെ പാലോ മധുരപ്പൂന്തേ നീലാവും. നിറനിറയണ പദപദയണ കാത്തിരിക്കും നെഞ്ചിൽ. ജോയ്സ് യെസ് തൃശ്ശൂരാരി അതെ, നന്നായി പാടാൻ പറ്റിയോ? കുറച്ച് ചെറിയ വരികളുടെ പ്രശ്നം വന്നു. വേണു ചേട്ടാ ജോയ്സ് പെർഫോമൻസ് റൗണ്ടിൽ ഒരു കുറച്ചുകൂടി ഗ്രിപ്പ്, കുറച്ചുകൂടി ഒരു ഫ്ലുവൻസി ആ ഒരു ജോണറിൽ അത് ഇതിൽ വന്നിട്ടില്ല. ഒരു അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ പോരായ്മകൾ ഞാൻ നോട്ടീസ് ചെയ്തു. ബട്ട് ആദ്യം ഞങ്ങൾക്ക് തന്ന ഒരു പ്രോമിസ് വാസ് ഹ്യൂജ്. അതിന് മേലെ പോകണം. ഇനി ഓരോ റൗണ്ട്സ് ചെയ്യാൻ പറ്റുമോ? Yes, പറ്റും, ചെയ്യണം. ചെയ്യും. അമ്മ എന്ത് പറയണു? എന്റെ അമ്മയില്ല, പക്ഷെ ആദർശിന്റെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചെറിയ എവിടെയൊക്കെ പോയ പോലെ തോന്നി. അതിന്റെ ഒരു വിഷമം. ജോയ്സ് സുന്ദരിക്കുട്ടി. യെസ് മഞ്ജു ചേച്ചി, മഞ്ജുരി ചേച്ചി. അല്ലേ, മനസ്സിലായി, കേട്ടു. പാടി വരുമ്പോ എനിക്ക് തോന്നിയത് ജോയ്സ് ലാസ്റ്റ് പല്ലവി എത്തിയില്ലേ, അപ്പോഴാണ് ജോയ്സ് ഒന്ന് ജോയ്സ് ആയത്. മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇല്ലത്തമ്മേ പൊല്ലാപ്പാവല്ലേ, മഞ്ഞു പെയ്യണം ഭരം കുളിർ. അപ്പത്തേക്ക് ആളൊന്ന് ഇനി ഇത് മാത്രല്ലേ ഉള്ളൂ ഫിനിഷ് ചെയ്യാൻ എന്നുള്ള ഒരു ഇതില് അങ്ങ് അവിടെയാണ് അങ്ങ് അടിച്ച് കസറിയത്. അതെ, സിസ്റ്ററൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എലിമിനേഷൻ സാധാരണ ടെൻഷനുള്ള കാര്യമായിരിക്കോ പുള്ളിക്കാരത്തിക്ക്? എന്താ തോന്നുന്നേ സിസ്റ്ററിന്?
ചേച്ചിക്ക് ടെൻഷനൊന്നുമില്ല. ഇല്ല, കൂളാണ് ആള്. അപ്പൊ എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ ചേച്ചിക്ക് ടെൻഷൻ ഇല്ല. ശരി, അപ്പൊ ചേച്ചി ഇനിയുള്ള റൗണ്ടുകളിലൊന്നും ടെൻഷൻ വേണ്ട. എലിമിനേഷനിൽ പ്രത്യേകിച്ച് ടെൻഷൻ വേണ്ട കേട്ടോ. ടെൻഷൻ അടിപ്പിക്കാൻ ചിലവന്മാർ ഇവിടെ നോക്കും. ടെൻഷൻ അടിക്കരുത് കേട്ടോ. എന്താ വേണ്ട ചേട്ടാ ഒരു ചിരി? ഏയ് അതാ ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഞാനും ആലോചിക്കുക ആരായിരിക്കും ആ ഒരുത്തൻ. ഏതൊരു അല്ലേ? ശരി, അപ്പൊ ജോയ്സ് അപ്പൊ ഉഷാറായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ അടുത്തതായി പാടാൻ വരുന്നത് കൊല്ലം ജില്ലക്കാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷാഹിന. വിഷു പക്ഷി പോലെ
ഷൈന, അങ്ങനെ പ്രിലിംസ് റൗണ്ടിലെ രണ്ടാമത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? പാടാൻ പറ്റി. കൂളായിരുന്നു. കുറച്ച് കൂളായി പോയോ എന്നൊരു സംശയം കൂടി ഇല്ലാതില്ല. അതെ, കൂടുതൽ നന്നായി പോയോ എന്നൊക്കെ പറഞ്ഞ പോലെ ടെമ്പോ മാത്രമാണ് പ്രശ്നം തോന്നിയത് എനിക്ക്. അല്ലാതെ പാട്ടൊക്കെ നന്നായി പാടി, നല്ല കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ശരി. അതെ ഷാഹിന, എനിക്ക് തോന്നിയതേ മറ്റേ പഴയ സിനിമയില്ലേ ദ മമ്മി റിട്ടേൺസ്, അതുപോലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഷാഹിന ഈ ഒരു തിരിച്ചുവരവ് ഗംഭീരായി. ഈ പറഞ്ഞ പോലെ ടെമ്പോ ചേട്ടൻ, അയാളെ നമ്മൾ കൂടെ നിർത്തണം, നിർത്തിയേ പറ്റൂ. അത് വേണ്ടേ? ബാക്കിയെല്ലാം ഗംഭീരം. നന്നായി പാടി. ഇതിലൊരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലീഡ് ഗിറ്റാർ വായിച്ച നിശാന്ത്, അദ്ദേഹത്തിനൊരു വലിയ കയ്യടി. എനിക്ക് ആ ബിറ്റൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഒരു 2 സ്റ്റൈൽ അദ്ദേഹം മാറ്റി മാറ്റി പടപടേന്ന് വായിച്ചു. സൂപ്പർ. ഷാഹിനയുടെ എല്ലാ കാര്യങ്ങളിലും പാട്ടിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുന്ന ആളാണ്. ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ പ്രാക്ടീസിന്റെ സമയത്ത് എന്തായാലും കൂടി ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴുള്ള മാറ്റങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയോ? എന്താണ് അവസ്ഥ? നന്നായിട്ട് പാടി. ഈ സ്റ്റേജിന് ഒന്ന് അഡ്ജസ്റ്റബിൾ ആവാനുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ല, സൂപ്പറായിട്ട് പാടി. എന്തായാലും ഇപ്പൊ വേണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് റൗണ്ടിൽ നിന്ന് ഈ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ എത്തിയപ്പോൾ ആള് ഫാർ ബെറ്റർ ആയെന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ് ഇപ്പൊ കഴിഞ്ഞത്. ലോകത്ത് എല്ലാവരും ഷാഹിനയുടെ ഒരു മെലഡി സോങ് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. ഇതല്ല ഷാഹിനയുടെ പാട്ട് ഇതല്ല. ഒറിജിനൽ ഷാഹിന ഇവിടെ എത്തിയിട്ടില്ല. ഇനിയും ഈ റൗണ്ടിലെ 2 പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് കണ്ണു നിറഞ്ഞത്? എന്ത് പറ്റി? പറഞ്ഞോളൂ. എന്തു പറ്റി ഷാഹിന? രാരിയും ഒന്നുകൂടെ കേൾക്കണോ? വേണ്ട. അപ്പൊ നമ്മൾ എല്ലാരും കരയും. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ പിരിയുമെന്ന് വിചാരിച്ചോടുത്ത് ഈ പാട്ട് പാടിയതിനു ശേഷം ഇനി തോളത്തുണ്ട് എന്ന് പറഞ്ഞ് ചാരി കിടന്ന ആളാണ് ഷാഹിനാന്ന്. അപ്പൊ ഈ ഒരു നിമിഷം ഷാഹിനയ്ക്ക് ഇക്കായ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് അത് ശരിയാ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. ഒരു 4 വരി. എപ്പോഴും എന്നോട് ഒരു പാട്ട് പറയും പാടാൻ. അതിന്റെ 2 വരി എനിക്ക് അറിയത്തുള്ളൂ. എന്റെ അടുത്ത് പറയാതെ പഠിക്കണമെന്ന്, പക്ഷെ ഞാൻ മടി പിടിച്ചിട്ട് പഠിക്കാറില്ല. എന്തൊരു ആത്മാർത്ഥ സ്നേഹം. ഏതോ ജന്മകൽപ്പടവിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നോ. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളും ഏതോ ജന്മകൽപ്പനയിൽ ഏതോ എനിക്ക് ഇവരുടെ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷവും ഒരു എന്താ പറയാ അഭിമാനമൊക്കെ തോന്നുന്നു. കാരണം ഇങ്ങനെ രണ്ടു പേര് ഒരു ദമ്പതിയായിട്ടേ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഗീതത്തിലൂടെയുള്ള ഒരു സല്ലാപം ഭയങ്കര രസമാണ് അത് കാണാൻ. ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു അദ്ദേഹവും ഈ ഒരു വേദിയിൽ ഇപ്പൊ ഈ ഒരു നിമിഷം നിൽക്കേണ്ട ആളാണ്. പ്ലീസ്. അതെ ഷൈമർ, ഐ വോണ്ട് ടു ഹിയർ എ ഡ്യുവറ്റ്. ഒരു യുഗ്മഗാനം. ഞാനും അവിടേക്കായിരുന്നു എത്തുന്നുണ്ടായിരുന്നത്. പാടുമ്പോൾ വേറൊന്നും മനസ്സിൽ വേണ്ട. ഈ വേദിയിലാണ് ഇപ്പം ആദ്യമായിട്ട് ഷാന എൻ്റെ കൂടെ നിന്ന് പാടാൻ പോകുന്നത്.
കരളെ നിൻ കൈ പിടിച്ച കരളോലും വെണ്ണിലാവ് കണ്ണിൽ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകൂടി നീതൊരുങ്ങി പള്ളി മീട് പൂത്തൊരുങ്ങി കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് കണ്ണിൽ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ശ്രീകുമാർ എങ്ങനെയാ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണാറുണ്ട്. ഇഷ്ടംപോലെ സ്വപ്നം കാണോ? കാണുന്നു. എനിക്ക് എപ്പോഴും സങ്കടം വരുമ്പോൾ ഞാൻ സംഗീതത്തിനെ കൂടുതൽ സ്നേഹിക്കും. അന്നേരം ഒരുപാട് സ്ട്രഗിളിങ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഷാഹിന വരുന്നതിന് മുമ്പ്. അന്നേരം ഞാൻ സെലക്ട് ചെയ്തത് ചേട്ടൻ്റെ പാട്ടാണ്. അതിന് എനിക്ക് സങ്കടം വരുമ്പോഴെല്ലാം ഞാൻ റൂമിൽ കഥ കടച്ചിട്ടിരുന്നിട്ട് ഈ പാട്ട് പാടും. പാടി തനിയെ കരയും. കരഞ്ഞ് പാട്ടെല്ലാം കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ അതുണ്ടാവും. അത് ചേട്ടൻ്റെ പാട്ടിൻ്റെ ഒരു മാജിക്. അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും ലൈഫിലൊരു പ്രശ്നം വന്നാലും ആ മൊമെന്റില് ആ ശോകമാണ് ഞാൻ കൂടുതൽ ഏറ്റെടുക്കുക. അതാ ചോദിച്ചത് എന്തിനാണെന്ന്. അതൊരു സുഖമാണ്. സംഗീതത്തിൽ ഏറ്റവും സുഖമായിട്ട് ഫീൽ ചെയ്യുന്നത് ശോകം പാടുമ്പോഴാണ്. പിന്നെ നല്ല ഷാഹിന പിണങ്ങുമ്പോ ഞാൻ താരാവത് എന്നൊരു സോങ് ഉണ്ട്, അതിട്ട് കേൾക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരു കുടുംബജീവിതം ആകുമ്പോ ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവല്ലോ. ആ സമയത്ത് ഏത് തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം? അല്ല, വഴക്ക് കൂടുമ്പം എന്നെ നിറച്ചങ്ങ് ഷൗട്ട് ചെയ്യും. ഞാനില്ല പൂച്ച ഒതുങ്ങുന്ന പോലെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് വേണ്ടിയിരിക്കും. എന്നിട്ട് ഷാന അല്ല എന്നിട്ട് ഷാന അടുക്കള നിൽക്കായിരിക്കും. ഞാൻ പുറകെ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പറയാം സോറി ചേട്ടാ. എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ഞാൻ അങ്ങോട്ട് സോറി പറയണം, എങ്കിലേ പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ. ഇത്തരത്തിൽ ആക്ടിവിറ്റികളൊക്കെ നടക്കേണ്ടതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ പാട്ട് കളിക്കാനുള്ള സമയം കിട്ടുന്നില്ല ശരിക്കും, അല്ലേ? ശരി, എന്തായാലും അപ്പൊ സംഗീതം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബം ഇപ്പോൾ ജീവിക്കുന്നതും. ഇപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഗീതം തന്നെ മുൻപോട്ട് നയിക്കട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഫിലിംസിലെ 2 പെർഫോമൻസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. ശരി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സീരിയസ്, നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ട് നമ്മുടെ ചാപ്റ്റർ 4 മത്സരാർത്ഥികൾ? എല്ലാവരും വളരെ നല്ല സിംഗേഴ്സ് ആണ്. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവര് മാർക്കിടാൻ എന്തായാലും ബുദ്ധിമുട്ടും അല്ലേ? അതെ. അല്ല, പ്രിലിംസിൽ തന്നെ ഇവര് നല്ല ധൈര്യമായിട്ടാണ് എല്ലാരും പാടുന്നത്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ നല്ല സിംഗേഴ്സ് ആണ് ഇത്തവണ. മഞ്ജരി തമാശ പഠിച്ചു കഴിഞ്ഞോ? മഞ്ജരി ആ ഒരു തമാശ പറയാമോ? തമാശ അല്ല, ഒരു ചോദ്യം ചോദിക്കാം. എന്താ ചോദ്യം? അച്ചാറിലും ഇടും പക്ഷെ കഴിക്കാൻ പറ്റില്ല, എന്താ അത്? വിനാഗിരി അല്ല. ആർക്ക് വേണമെങ്കിലും പറയാം. ക്യാഷ് പ്രൈസ് ഒന്നുമില്ല. ഞാൻ കേട്ടില്ല, എന്താണ് നിങ്ങൾ പറയൂ? സ്പൂണ്. ഓ, ബുദ്ധിമാൻ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? യെസ്. മലപ്പുറത്ത് നിന്നാണ് ആ മത്സരാർത്ഥി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നീമ. കാണാക്കുയിലേ
മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ നീമ പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്ത് കലക്കി അല്ലേ തോന്നുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ചെറുതായിട്ട് വോയിസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എഫക്ട് ചെയ്തോ ഈ പാട്ടില്? അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് നോക്കാം. വേണിച്ചേട്ടാ. ഹായ് നിമ. ഹായ് സാർ. നിമ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. വലിയ മേജർ പ്രോബ്ലം ഇല്ലെന്ന് തന്നെ പറയാം. ബട്ട് ഈ ഒരു നമ്മുടെ വോയിസ് അതിനൊരു യൂണിഫോമിറ്റി വേണം എല്ലായിടത്തും. 2 ലൈനിൽ നീമ, പിന്നെ 2 ലൈനിൽ വേറെ ഏതോ ഒരു ആള് പാടുന്നത്, അതൊരിക്കലും വരരുത്. യു ഷുഡ് ഹാവ് യുവർ യൂണിഫോം വോയിസ്. അതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അഞ്ജലി. നീമ ചേച്ചി, നീമയ്ക്ക് നല്ല വോയിസ് ത്രോ ഉണ്ട്. എനിക്കറിയാത്തതല്ലേ പറയൂ. എന്റെ മൈൻഡിൽ ആ വോയിസ് ക്രാക്ക് വന്ന ആ ഒരു കാര്യം ഇങ്ങനെ കിടക്കാണ്, അതുകൊണ്ടാണ്. സാരല്ല, നല്ല ബോൾഡ് ആയിട്ടുള്ള വോയിസ് ആണ്, നല്ലൊരു ഹെവി വോയിസ്. അത് നല്ല ഒരു ക്യാരക്ടറാണ് വോയിസിന്റെ. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ പാടുക. നീമ, നമ്മുടെ പ്രിലിംസിലെ ആദ്യത്തെ പെർഫോമൻസിൽ പാടിയ പാട്ട് ഏതായിരുന്നു? കാലൊച്ച കേൾക്കുവാൻ. ഞങ്ങൾക്ക് ആ കാലൊച്ച കേൾക്കുന്നു. ആ നാഥന്റെ കാലൊച്ച കേൾക്കുന്നുണ്ടല്ലോ. നാഥൻ എവിടെ? നാഥൻ വന്നിട്ടുണ്ട്. നാഥ, ആ കാലൊക്കെ ഒന്ന് അരക്കി ഒച്ച ഉണ്ടാക്കി കടന്നു വരും ഇവിടേക്ക്. എങ്ങനെ തോന്നി ലൈവായിട്ട് പാട്ടൊക്കെ കേട്ടപ്പോ ഇവിടെ ഇരുന്ന്? ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുള്ള പോലെ തോന്നി. നേരത്തെ സംസാരിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ പാടുന്ന ആ ഒരു വ്യത്യാസം തോന്നി. ബാക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. എന്തായിരുന്നു പേര്? എന്റെ പേര് സുബിൻ. സുബിൻ, എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഞാൻ കോഴിക്കോട് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എത്തി അല്ലേ? അതാ നീ ഇവരും കാലൊച്ചകൾക്ക് കാത്തിരുന്നപ്പോ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഇവിടെ കടന്നു വന്നു.
ശരി, എന്തായാലും നമ്മുടെ പ്രിലിംസിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന റൗണ്ടുകളിലൂടെ അറിയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എത്രയും പെട്ടെന്ന് നടത്ത മ്യൂസിക്കൽ വൈഫിനെ സ്വാഗതം ചെയ്താലോ? വിളിക്കൂ. എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം അപർണ ജെയിംസ്. സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം കുറുവാൻ പറവകൾ നീന്തി നടക്കും നഗരസൈറ്റിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ
ചേട്ടാ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടാണ് ഇവിടെ പാടാൻ വന്നത്. ഇപ്പൊ ഒത്തിരി എന്ന പാട്ടുമായി നമ്മളെ ആ സ്വപ്ന ലോകത്തിലേക്ക് എത്തിച്ചോ വേണിച്ചേട്ടാ? ആ അപർണ ഒരു പരിധി വരെ സ്വപ്നം കാണിച്ചു. എനിക്ക് തോന്നിയൊരു കാര്യം, അപർണ എല്ലാം ക്ലീനാണ്, ക്ലീൻ സിംഗിങ്, ബട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടുന്നു. യു ഷുഡ് സിംഗ് സംഗതീസ് വിത്ത് ലിറ്റിൽ മോർ ഓഫ് എംഫസിസ്. അത് അതിന് കൊടുക്കുന്ന ഒരു ഫീൽ വെൻ യു സിംഗ് സംഗതീസ് അത് വേണം. പാടിയ മാത്രം പോരാ, പാടി എന്ന ഒരു ഫീല് ഉണ്ടാക്കണം ടു ദി ഓഡിയൻസ്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മഞ്ജരി, വേണുചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് എനിക്കും തോന്നിയത്. ഒരു എനർജി കുറവുണ്ട് ആ പാട്ടിനകത്ത്. എനിക്ക് 2 ലൈൻസ് ഒന്ന് അപർണ പാടി കേട്ടാൽ കൊള്ളാന്നുണ്ട്. ഒത്തിരി സ്വപ്നങ്ങൾ, ഇങ്ങനെയാണ് ഇപ്പൊ അപർണ പാടുന്നത്. ഒരാള് ഒരു പെൺകുട്ടി, ഒരു ഹീറോയിൻ ഡാൻസ് ചെയ്യാണെന്ന് വിചാരിച്ചോ, ലിപ്പ് ചെയ്ത് പാടി ഡാൻസ് ചെയ്യുക, എങ്ങനെ പാടും? കുറച്ചുകൂടി വോയിസിനൊരു ഗെയിൻ വേണം. ഒത്തിരി സ്വപ്നങ്ങൾ, ആ ഒരു വോയിസിനൊരു വെയിറ്റ് നമ്മൾ കൊടുത്താലേ പാട്ട് കേക്കുള്ളൂ പുറത്ത്. അങ്ങനെയാണ് ഒരു വോയിസിന്റെ ഐഡന്റിറ്റി വരുന്നത്. എന്തായാലും നമ്മുടെ പ്രിലിംസിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത്? അമ്മ പാട്ട് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലാതെ പാടി. നമുക്ക് ശരിയാക്കാം, വരട്ടെ. അതെ, ഇങ്ങനെയുള്ള റൗണ്ടുകളിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാനഡയിലല്ലേ ആള് കാനഡയിലല്ലേ? അല്ല അപർണ, ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ വിളിച്ചിരുന്നോ? എന്ത് പറഞ്ഞു? എന്നോട് ടെൻഷൻ അടിക്കണ്ട, നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ പാട് എന്നൊക്കെയാണ് പറയണേ. ആള് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 2 വർഷത്തെ ബ്രേക്കിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടുന്നത് തന്നെ. എനിക്ക് എങ്ങനെ പാടാൻ പറ്റും എന്നൊന്നും ഞാൻ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. Feel it. I'm good. I'm really good. ആ ഒരു ഫീൽ വേണം. എന്റെ പാട്ടൊക്കെ കഴിഞ്ഞു, ഇനി പാടാൻ പറ്റില്ല എന്ന് വിചാരിച്ചെടുത്താണ് ഞാൻ ഈ സ്റ്റേജിൽ. You are good. You are. ഭർത്താവ് ഇവിടെ ഇല്ലെങ്കിൽ എന്താ, ഞാനില്ലേ, ഞാൻ കെട്ടിപ്പിടിക്കാം. രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ മറന്നേക്ക്. അസലായി പാടി, അതല്ലേ പറഞ്ഞത്. ഇതൊരു മെലഡി പാട്ടായിരുന്നെങ്കിൽ സൂപ്പർ, അടിച്ച് കസറി. ജസ്റ്റ് അടുത്ത റൗണ്ടിൽ ഞങ്ങൾക്ക് അപർണ വേണം. ഭർത്താവ് അവിടെ പാവം. നോക്കിയേ, നമ്മുടെ അപർണ ഇവിടെ സൂപ്പറായിട്ട് പാടി. ആ ജോയറ്റ് അവിടെ ഇങ്ങനെ ഇരുന്ന് ബർഗർ തിന്നാ പോരാട്ടോ. ഇവിടെ ഒരാള് കഷ്ടപ്പെട്ട് പാടണ്ട്. പാവം കരയുന്നോ. വേഗം വാ അല്ലേ. അപർണയുടെ അമ്മയും അവിടെ ഇരുന്ന് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ 2 പേരും ഇവിടെ വരണം സപ്പോർട്ടായിട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതാ ഇവിടെയൊക്കെ നമ്മുടെ സീനിയേഴ്സ് പിള്ളേർ ഇരിക്കുന്നുണ്ട്, അവരെയൊക്കെ കണ്ടോ? ശരി. അപ്പൊ തൃശ്ശൂർക്കാര് അടിച്ചു പൊളിക്കുക, തൃശ്ശൂർ പൂരം പോലെ അങ്ങ് പോട്ടെ. എലിമിനേഷനിൽ കാണാം. എന്നാ ട്രിവാൻഡ്രത്തിൽ നിന്ന് അടുത്ത മത്സരത്തിൽ നമുക്ക് സ്വാഗതം ചെയ്താലോ? ആളെങ്ങനെയുണ്ട് നോക്കാം. ചാപ്റ്റർ 4 കൃഷ്ണശ്രീ, നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണശ്രീ. പിന്നെയും
നേരത്തെ ഇതിന്റെ വല്ല ബീജിന്റെ ഇടയിൽ വരണമെന്ന് വിചാരിച്ചതാ. ശബ്ദം ഡ്രൈ ആയിട്ട് കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ചൂടുവെള്ളം എടുത്തു വെച്ചതാ. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് നടന്ന് വരുമ്പത്തേക്ക് തുടങ്ങി പോകും. അതെ, പാട്ടിന് മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു. നന്നായി പാടുന്ന ആളാണ്. അപ്പൊ എനിക്ക് ടെൻഷനായി പോയി. എനിക്ക് തൊണ്ട ഡ്രൈ ആയില്ലേ, പിന്നെ ആള് മൊത്തത്തിൽ ടെൻഷനായി പോകും. പിന്നെ ബാക്കി പാടാനുള്ള വെപ്രാളായിരുന്നു. അവിടെ വെള്ളം കൊണ്ടു കൊടുത്താലോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിൽ വെച്ച് പോട്ടെ, അത് പാടട്ടെ, കഴിഞ്ഞിട്ടെങ്കിലും വെള്ളം കൊടുക്കാം. നന്നായിരുന്നു കേട്ടോ. മഞ്ജരിയുടെ സ്നേഹത്തിന് മുമ്പിലാണ് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത്. മഞ്ജരി വെള്ളം കൊടുത്ത് അലുവ വാങ്ങും. അലുവ കഴിച്ചാലും വെള്ളം കുടിക്കണം. മഞ്ജരി പാട്ട് കഴിഞ്ഞപ്പോ തന്നെ വെള്ളമാണ് കൊണ്ടുവന്നത്. ഡ്രൈ ആയോ വല്ലാതെ? കുറച്ച് ബ്രീത്തിന്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു തുടങ്ങി. ഡ്രൈ ആവുമ്പോഴാണ് ഇങ്ങനത്തെ അസ്ക്യതകൾ വരുന്നത്. അതല്ലാതെ ആദ്യത്തെ പാട്ട് ഇത്ര ഗംഭീരമായിട്ട് പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അസലായിരുന്നു. ചേച്ചി തൊണ്ട ഡ്രൈ ആയെങ്കിലും കുഴപ്പമില്ല. ശബ്ദം നല്ല കേൾക്കാൻ നല്ല സ്വീറ്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നത് ലാസ്റ്റ് പാടിയില്ലേ, ആരും കൊതിക്കുന്ന ഒരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാകാം. അത് ഒരു സ്ട്രെച്ചിൽ വരുന്ന ലൈനാണ്, അതിലിടയിൽ മുറിയുന്നില്ല. ശ്രീ വെരി ഫാന്റാസ്റ്റിക് സിംഗർ. എടാ നന്നായി പാടി. ഈ ഒരു പാട്ട് അതിൻ്റെ ഒരു പ്രണയാതുരത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായിട്ട് ഉള്ളിൽ നിന്ന് പാടി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ ഉയരുന്നു, അതാണ്. സോ കീപ് അപ്പ് ടു ദാറ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരുന്നോളൂ. താങ്ക് യു. അടുത്ത മ്യൂസിക്കൽ വൈഫ് വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രസീത.
പ്രസീത ഇത്രയും നന്നായിട്ട് ഇവിടെ പാടി തകർത്തപ്പോൾ ഭർത്താവിന് അങ്ങനെ വെറുതെ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒന്നാമത് ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ കൈ ഒടിഞ്ഞത് പോരാഞ്ഞിട്ട് ആൾ ഇന്നലെ വീണ്ടും ഇതേ ഫ്ലോറിൽ വീണ്ടും വീണു. അയ്യോ, ഇതേ കൈ തന്നെ വീണ്ടും തട്ടി. ഇന്ന് ഡോക്ടറൊക്കെ പോയി കണ്ടിട്ടാണ് വന്നത് അല്ലേ. ഇനി മേലാൽ വീഴരുതെന്ന് പറഞ്ഞു അല്ലേ. ഈ കൈയോട് എന്തിനാ ഇത്ര ദേഷ്യം? ഇത്രയും ദേഷ്യം അതേ കൈ തന്നെ പോയി വീണ്ടും തട്ടി. കൂടെ ഇരുന്ന് പാടായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു ഓടുന്ന. അതെ അതെ, സത്യം പാടിയില്ലേ? ചെറുതായിട്ട്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നോ അതോ എങ്ങനെ? പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്നെ അടുപ്പിക്കത്തില്ല, ഞാൻ വരി തെറ്റിച്ചാ പാടുന്നെന്ന് പറയും. ഭർത്താവിന് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചതാ. എനിക്ക് ഞാനിതില് നോക്കിയതില് പ്രസിദ്ധ നല്ല സൂപ്പർ മെലഡിയാണിത്. എം ജയചന്ദ്രൻ സാറിന്റെ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോമ്പോസിഷൻസ്. എല്ലാം സൂപ്പറാണ്. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായത്. എന്റെ പൊന്നെ, എന്തായിരുന്നു ഇവിടെ പെർഫോമൻസ്! ഇത്രയും അധികം ഒരാള് ഇത്ര സിമ്പിൾ ആയിട്ടൊരു പാട്ട് പാടാ, ഇങ്ങനത്തെ ഒരു പാട്ട് ഇതുവരെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ചരിത്രത്തിൽ നമ്മുടെ ഓർക്കസ്ട്ര, നമ്മുടെ ടോപ്പ് ബാൻഡ് ഒരു തംസപ്പ് ഒരു സിംഗർക്ക് കൊടുത്തിട്ടില്ല. അവരങ്ങ് ആസ്വദിച്ചു ശരിക്കും, ഞെട്ടലോട് ഞെട്ടൽ. എവിടെ പ്രസിദ്ധയുടെ വേറെ അമ്മ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അമ്മ അച്ഛനും എവിടെ? നിങ്ങൾക്ക് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. എന്റെ ദൈവമേ, ഇത്രയും മുത്തുപോലൊരു കുട്ടി, സൂപ്പർ. ഇനി ദയവേത് ഇതിന്റെ കൈ ഒടിയാതെ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണേ. ചിലപ്പോ ഈ കയ്യിൽ മൈക്ക് പിടിക്കേണ്ടി വരും, സൂക്ഷിക്കുക. കണ്ടിന്യൂ ദിസ്. അഭിജിത്ത്, യു ആർ ലക്കി, യു ആർ വെരി ലക്കി. പുട്ടുപോലെ പാടിയിട്ടിട്ട് ഈ ഒരു പാട്ട് എം ജയചന്ദ്രന്റെ, ഇറ്റ് വാസ് ടു ഗുഡ്, ടു ഗുഡ്. ഒരുപാട് ഉള്ളില് റിസർവ്സ് ഉണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു. ഐ ലവ് യു. പ്രസിദ്ധ, നമ്മുടെ പ്രിലിംസിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പെർഫോമൻസിൽ നമ്മൾ വിചാരിച്ച അത്ര നല്ല കമന്റ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതിൽ പിടിച്ചു. എല്ലാവർക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ തുടരുക. അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് എത്തണം, കാണണം. അപ്പൊ തകർപ്പൻ പെർഫോമൻസുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അഭിജിത്തിന്റെ സപ്പോർട്ട് ഇനിയും വേണം നമുക്ക്. അടുത്ത റൗണ്ടുകളിലൊക്കെ എത്തുവാണെങ്കിൽ പല പല രൂപത്തിലും അഭിജിത്തിന് ഇവിടെ കാണാൻ സാധിക്കണം ഞങ്ങൾക്ക്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അല്ലേ. ശരി, അപ്പൊ അടുത്ത റൗണ്ടിന് മുമ്പ് നമുക്കൊരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. നമ്മളൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ടാണല്ലോ പോകുന്നേ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ഇനി അടുത്തതായി മത്സരിക്കാൻ വരുന്നത് കാസർഗോഡ് നിന്നുള്ള ഒരു മത്സരാർത്ഥിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. കൂടെ പാടിപ്പോകുമേടി ചാടും മാനേ മാനേ തുള്ളിച്ചാടാതെ നിന്റെ കൂടെ ഞാനും തുള്ളിപ്പോകും. മേഘമേ 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 കാർമേഘമേ നീ ചിന്നി ചിന്നി പെയ്യാതെ നിൻമോഹം തൂവാതെ അഞ്ചി കുഞ്ചാകടി മൈന പെണ്ണെ ഞാനും നിൻ കൂടെ പാടിപ്പോകുമേടി.
എന്തെല്ലാം ഏതെല്ലാം അതിരില്ല മോഹങ്ങൾ മോഹത്തിനു മോഹം തോന്നും മോഹം മോഹം പൂമ്പട്ടും പൊൻവളയും പാദസര കുന്നുകളും ഇന്നോളം കാടാതളവിൽ മോഹം മോഹം താരകമുത്തു കൊരുക്കും ഈ താമര വളയത്ത് താമര മുട്ടു കുലുക്കും പൂ പുഞ്ചിരി പോലെ അഴകിന്റെ അഴകായി തീരാൻ മോഹം 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 അഞ്ചി കുഞ്ചാരേടി മൈന പെണ്ണെ ഞാനും കൂടെ പാടി പോകുമേടി മേഘമേ 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 കാർമേഘമേ നീ ചിന്നി ചിന്നി പെയ്യാതെ നിൻ മോഹം തൂവാതെ വായോ അമൃത, എന്തായിരുന്നു പെർഫോമൻസ് റൗണ്ടിൽ ആള് ഇന്നലെ കുറച്ച് കോൾഡ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആ കോൾഡ് ഇന്നലെ കുറച്ച് ഹെൽപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ കോൾഡ് ഈ പാട്ടിന് ഹെൽപ്പ് ആയിരുന്നു മഞ്ജരി? ഈ പാട്ടിനും കോൾഡ് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു. അമ്മുക്കുട്ടി എന്താണ് വീട്ടില് വിളിക്കുന്നത് അമൃതേനെ? വീട്ടിലെ അമൃത തന്നെയാ വിളിക്കുക. ദൈവമേ, ഈ അമ്മൂനെയോ? ഫ്രണ്ട്സ് ഒക്കെ അമ്മൂന്ന് വിളിക്കും. അമൃതേനെ അമ്മൂനെ വിളിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു അമ്മുക്കുട്ടിയായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് പട്ടുപാവടൊക്കെ ഇട്ട പോലെ ചെറിയ കുട്ടിയായി. അതെ അതെ, ഭംഗിയായിട്ട് പാടി. താങ്ക് യു. ഈ കോൾഡും വെച്ചോണ്ട് ഇങ്ങനെ പാടിയല്ലോ, അതന്നെ വലിയ കാര്യം. ചില സ്ഥലത്ത് മാത്രമേ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൂ, വളരെ ചെറിയ സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച്. വേണിച്ചേട്ടാ. അമ്മൂട്ടി, ഹലോ, ഹൗ ആർ യു? ഹായ്. ഈ നല്ല ജ്ഞാനമുള്ള പാട്ട്, അതാണ് ഉള്ളില് ഒരു സംഗീത ജ്ഞാനം ഉണ്ട്. അത് ദാറ്റ് ഈസ് വെരി എവിഡൻറ്റ് വെൻ യു സിംഗ്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ കേട്ട ആ ഒരു മെലഡി അതേ അല്ല ഇന്ന്. ഫുൾ ത്രോട്ടഡ്, ഫുൾ ബോഡിഡ് വോയിസ്, നന്നായി പാടി. വെരി ഗുഡ്. ആൻഡ് കോൾഡ് മാറി കേൾക്കട്ടെ, കേൾക്കുമാറാകട്ടെ കേട്ടോ. ഇവിടെ വേണിച്ചേട്ടൻ അമ്മുക്കുട്ടി എന്ന് വിളിക്കുമ്പോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? മോളുടെ പേര് അനുപല്ലവിയെ ആണ് മോളുടെ ശരിക്കുള്ള പേര്. വീട്ടിൽ വിളിക്കുന്നത് അമ്മുക്കുട്ടി എന്നാണ്. വീട്ടിലെന്താ വിളിക്കാറ്? വീട്ടിൽ അമൃത തന്നെ വിളിക്കാറ്. അമൃത തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, സ്നേഹം കൂടുമ്പോൾ അമൃത. ശരി, ഇവരുടെ കല്യാണം അറിയപ്പെടുന്നത് കൊറോണ കാലത്ത് കല്യാണം എന്നാണ്. കൊറോണ കല്യാണം എന്നാണ് ഇവരുടെ കല്യാണം അറിയപ്പെടുന്നത്. കാരണം കോവിഡ് സമയത്താണ് ഇവരുടെ കല്യാണം. അതുകൊണ്ട് ഒരൊറ്റ ഫോട്ടോസ് ഒരു വീഡിയോസ് പോലും ഇല്ലാന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യരുണ്ടായിരുന്നു അന്ന് അവിടെ? കുറവായിരുന്നു. എത്ര പേര് വെച്ചിട്ടായിരുന്നു അന്ന്? അന്ന് എന്റെ വീട്ടിൽ നിന്ന് 12 ആളായിട്ട് പോയി, 13 ആളായിട്ട് തിരിച്ചു വന്നു. അത് ഭയങ്കര. ഒന്നും അറിഞ്ഞില്ല, കല്യാണത്തിന്റെ ചെലവേ അറിഞ്ഞില്ല അല്ലേ? ചെലവൊക്കെ അറിഞ്ഞു. കാരണം ഫസ്റ്റ് ഏപ്രിൽ 26-നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അന്ന് ഞാൻ പക്ഷെ ബാംഗ്ലൂരായി പോയി, ഇവളുടെ വീട്ടിലായി പോയി. ഓക്കെ. അത് കഴിഞ്ഞിങ്ങനെ പിന്നത്തെ ഏറ്റവും പറ്റുന്ന ഡേറ്റ് നോക്കി 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 അവസാനം ജൂലൈയിൽ ഒരു ഡേറ്റ് കിട്ടി. പെട്ടെന്ന് ഞാൻ ട്രാവൽ ചെയ്തു. അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? മാരേജ് അത് അറേഞ്ച് മാരേജ് ആണ്. അല്ല അങ്ങനെയല്ല. അത് മറ്റേ ഈ ഒപ്പം സിനിമയില് മറ്റേ മാമുക്കോയും ചെമ്പൻമീനും തമ്മിലൊരു കോമഡി ഇല്ലേ, അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരേ കമ്പനിയിലാണ്. പക്ഷെ അറിയില്ലായിരുന്നു. ഞങ്ങള് പഠിച്ചത് ഒരേ കോളേജിലാണ്, പക്ഷെ അറേഞ്ച് മാരേജ് ആണ്. ഓഹോ, ഒരേ കോളേജിലാണ്, പക്ഷെ ജൂനിയർ ആയിരുന്നു. ഒരേ കമ്പനി സീമൻസിലെ 2 പേരും വർക്ക് ചെയ്യുന്നത്. അതായത് കോളേജിൽ ഒരുമിച്ച് പഠിച്ച്
സെയിം ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് വീട്ടുകാര് തീരുമാനിച്ചു, കണ്ടുപിടിച്ച് അതെ അങ്ങനെ തന്നെ. ആദ്യമായിട്ട് പ്രപ്പോസൽ വരുമ്പോഴാണ് കാണുന്നത്. എവിടെയോ ഒരു സ്ക്രിപ്റ്റ് ശരിയാവുന്നില്ലല്ലോ, തിരക്കഥയിൽ എവിടെയോ ഒരു പാളിച്ച. ഇവിടെ ഞാനൊക്കെ അടുത്തോടെ പോയ ഒരാളെ പിന്നെ ജീവിതത്തിൽ വർക്കൂല. അപ്പോൾ കോളേജിലും ഈ ഓഫീസിൽ ഒരുമിച്ച് പഠിച്ച അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആളിനെ മറന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ, അമൃത കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. നിങ്ങള് മൂന്ന് കൊല്ലം സീനിയർ ആയിരുന്നു, കാണാൻ വഴിയില്ല. 3 കൊല്ലം സൂപ്പർ സീനിയർ ആയിരുന്നു. എന്നാലും ചോദിക്കുമ്പോ പ്രൊഫൈലിലൊക്കെ ഒരേ കോളേജും ഒരേ കമ്പനിയെ കാണുമ്പോ എല്ലാവർക്കും ഇതുപോലെ സംശയം. ഓക്കെ. അല്ല, ഈ കോവിഡ് കാലത്തെ കല്യാണം എങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പരാതിയില്ല, പിന്നെ ചിരിച്ചിട്ട് ഫോട്ടോനൊന്ന് പോസ്റ്റ് ചെയ്യണ്ട. വളരെ സുഖകരമായ പരിപാടിയായിരുന്നു. അപ്പൊ എന്തായാലും രണ്ടുപേരെ കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് ഇനിയും അറിയാനുണ്ട്. എന്തായാലും ഫസ്റ്റ് പ്രിലിമിനറി റൗണ്ടിലെ 2 പെർഫോമൻസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ എത്തുമ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.